അപ്പോൾ നമുക്ക് തട്ടുകട സ്റ്റൈൽ കിടിലൻ മീൻകറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ, വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വാടി വരണം, നല്ല ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാള ഒക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിച്ചു വരും, അപ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാടി വരുന്നവർക്കും വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മതി. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അതുകൊണ്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഒരു 2 പച്ചമുളക് നടുക കീറിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അതുകൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കറിക്കൊരു തിക്നെസ് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഈ കറിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതാവുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും, അധികം എരിവുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സ്പൈസി വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാ എരിവുള്ള മുളക് ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്. ഉലുവ നന്നായി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെയാണ് ഇതിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഈ ഗരം മസാല ഈ മീൻകറിയിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻകറിക്കുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവർക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ അതുപോലെ തന്നെ തട്ടുകടയിലൊക്കെ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ അവരധികം ഉപയോഗിക്കുക കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുക. അതല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ മാതിരി ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഈ നേരത്തെ നമ്മൾ പീസാക്കി ഇട്ടതിന് പകരം ഒന്ന് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ പച്ച സ്മെല്ലൊക്കെ പോയി. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് എത്ര കറി ആവശ്യമുണ്ടോ, ചിലർക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഇഷ്ടമുണ്ടാവുക. അത് കുറച്ച് ലൂസായിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്, ട്യൂണ ഫിഷ്. ഇനി നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അയില മീനൊക്കെ വെച്ചിട്ട് ചെയ്താലും മത്തിയൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അങ്ങനെ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മീനൊക്കെ വെന്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കിട്ടുള്ളൂ, നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ മുകളിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.